CJ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ ബംഗളൂരുവിലെ റിസോർട്ടിൽ നടക്കുകയാണ്. അവിടെ നിന്ന് അബ്ദുൾ റഹീം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അബ്ദുൾ റഹീം, എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണമായിരുന്നു CJ റോയിയുടേത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രുചിഷ് പറഞ്ഞതുപോലെ തന്നെ, അതായത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു CJ റോയിയുടെ മരണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച്, അതായത് ഹൊസൂർ റോഡിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചാണ് അദ്ദേഹം നിറയൊഴിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയതിന് പിന്നാലെ അദ്ദേഹം സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെയാണ്, അതായത് ബന്നാർഘട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലത്ത്, അതായത് നേച്ചർ കാസ്കേഡ് റിസോർട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അദ്ദേഹം അത് ആഗ്രഹമായി കുടുംബത്തോട് പറഞ്ഞിരുന്നതുമാണ്. തൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയാണെങ്കിൽ ഇവിടെ തന്നെ നടത്തണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നേരത്തെ ഈ ബന്നാർഘട്ടിലുള്ള ഈ റിസോർട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നത്. അതിനുശേഷം മൃതദേഹം തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ അന്തിമ ശുശ്രൂഷ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സംസ്കാരത്തിനായി അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യവസായിയായിരുന്നു CJ റോയി എന്നുള്ളത്. എല്ലാവരോടും ഒരുപോലെ വളരെ മിതത്വത്തിൽ പെരുമാറുന്ന ഒരു വ്യവസായി. അദ്ദേഹത്തിൻ്റെ മരണം നമുക്കറിയാം, ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി ബിസിനസ് ഉള്ള CJ റോയാണ്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിലോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക ബാധ്യതകളോ മറ്റോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ എന്തിന് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം SITയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. ഇന്നലെ കർണാടക സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പുതിയ SIT സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം അവർക്ക് കൈമാറിയത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ രീതിയിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ IT വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ തന്നെ, അതായത് ബംഗളൂരുവിൽ തന്നെ തുടരുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോഴും അവിടെ തന്നെ തുടരുന്നത്. ഇവരെ ഇന്നലെ പ്രത്യേക സംഘം അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ കുടുംബത്തിൻ്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്ന ഏതെങ്കിലും തരത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെയായിരുന്നു പ്രധാനമായും കുടുംബത്തിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. അപ്പോൾ കുടുംബത്തിൻ്റെ ആരോപണം, ആ സമയത്താണ് കുടുംബം ഈ രീതിയിലൊരു ആരോപണം ഉന്നയിച്ചത്. കാരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുകയും അതിൻ്റെ ആ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ അദ്ദേഹം ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ SIT ഇന്ന് കണ്ടെത്തിയ ഏറ്റവും പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് ഈ കുടുംബത്തിൻ്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ളതല്ല. കാരണം ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് അല്ലെങ്കിൽ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ, അതായത് തീർത്തും ആദായ നികുതി വകുപ്പിനെ അവർ ഈ കുറ്റവും അല്ലെങ്കിൽ അവരല്ല ഇത്തരത്തിൽ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ളൊരു കാര്യമാണ് SIT സംഘം പറയുന്നത്. കാരണം ഈ ഓഫീസിൽ എത്തിയ ഉദ്യോഗസ്ഥർ വളരെ സൗഹൃദപരമായിട്ടാണ് CJ റോയുമായി ഇടപെട്ടത്. കൂടാതെ അവിടെ റെയ്ഡോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി CJ റോയുടെ വിവിധ ഓഫീസുകളിലും മറ്റും ആദായ നികുതി വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ EDയുടെയും ഒക്കെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചില രേഖകളും മറ്റും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആ പിടിച്ചെടുത്ത രേഖകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം അദ്ദേഹത്തിൻ്റെ ഒപ്പ് ശേഖരിക്കാനായാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘം അദ്ദേഹത്തിൻ്റെ ബംഗളൂരു റോഡിലുള്ള ഓഫീസിലേക്ക് എത്തുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തതെന്നുള്ളതാണ്. അല്ലാതെ മറ്റ് ചോദ്യം ചെയ്യലുകളോ റെയ്ഡുകളോ ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി അത് ഒരു കൃത്യസമയപരിധിക്കുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കേണ്ട ചുമതല ആദായ നികുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരിശോധന മാത്രമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് ഇന്നലെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയോ റെയ്ഡോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഇന്നലെയും അത് തന്നെയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മരണവുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം. അതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിട്ടുള്ള ചില നിഗമനങ്ങൾ. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം
ഇത് വലിയ രീതിയിൽ വിവാദവും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ആ രീതിയിൽ തന്നെ കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. അതിന് ഈ കർണാടക സർക്കാർ അടക്കം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എത്രയും വേഗം ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി ഉടൻ തന്നെ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ SIT സംഘത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ രീതിയിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും CJ റോയിയുടെ 2 ഫോണുകൾ അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുണ്ട്. അത് തുറന്ന് പരിശോധിച്ച് അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുമോ എന്നുള്ളതും SIT സംഘം പരിശോധിക്കുന്നുണ്ട്. കാരണം ആ ഫോൺ ഇതുവരെയും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ഒരു ഐഫോണും മറ്റൊന്നൊരു ആൻഡ്രോയിഡ് ഫോണുമാണ്. ഈ 2 ഫോണുകളിലും ഏതെങ്കിലും തരത്തിൽ ഈ CJ റോയിയുടെ മരണവുമായി അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ മറ്റോ ലഭിക്കുമോ എന്നുള്ളതാണ് SIT സംഘം പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തുറന്ന് പരിശോധിക്കാൻ കഴിഞ്ഞാൽ എന്താണ് ഇതിലേക്ക് ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് നയിക്കാൻ മാത്രമുണ്ടായ കാരണം എന്നതിൽ ചെറിയൊരു വ്യക്തത കൈവരും എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെയും അതിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. 2 DCPമാരും അതുപോലെ തന്നെ DIGയുടെ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ കുടുംബത്തിൻ്റെ ആരോപണം വന്ന സാഹചര്യത്തിൽ ആ രീതിയിലും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സഹോദരൻ CJ ബാബു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുടുംബവുമായി ആലോചിച്ച ശേഷം ഏത് തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതായിരുന്നു. കൂടാതെ അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 3-ാം തീയതി കൊച്ചിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ എന്താണ് കുടുംബത്തിന് പറയാനുള്ളത് എന്ന കാര്യത്തിലൊരു കൃത്യമായ വിശദീകരണം നൽകുകയും ചെയ്യും. അതിനുശേഷം ഒരുപക്ഷെ ഏത് തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് പോകും എന്നുള്ള കാര്യമൊക്കെ അടുത്ത ദിവസം ഇവർ വിശദീകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ആ രീതിയിലുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും അന്തരിച്ച CJ റോയി അദ്ദേഹം വളരെ സൗമ്യനായി എപ്പോഴും ചിരിച്ചുകൊണ്ട് ആളുകളോടൊക്കെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു വ്യവസായി എന്ന രീതിയിൽ രാവിലെ മുതൽ തുടങ്ങിയ നമ്മൾ അറിയുന്ന CJ റോയി എല്ലാ നിമിഷവും ഈ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഒരുപക്ഷെ ആ ദൃശ്യങ്ങളിലും കാണാവുന്നത്. കാരണം അത്രമാത്രം ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുന്നത്. രുചിച്ച് തീർച്ചയായും അത് തന്നെയാണ്. കാരണം എപ്പോഴും സൗമ്യനായി സംസാരിക്കുന്ന, എല്ലാവരോടും ഒരുപോലെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, രാവിലെ യാതൊരു പ്രശ്നവുമില്ലാതെ പോയൊരു മനുഷ്യൻ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മരണവാർത്ത എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് തന്നെയാണ്, എന്താണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം, അത് തന്നെയാണ് എല്ലാവർക്കും മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹം വിദേശത്തായിരുന്നു, CJ ബാബു, അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തോട് ഉടൻ തന്നെ കാണണമെന്ന് പറയുകയും ചെയ്തതാണ്. ആ സമയത്ത് CJ ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് വരും, അപ്പോൾ നമുക്ക് കാണാം എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം നാട്ടിലെത്തും മുൻപ് തന്നെ ഈ ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് അദ്ദേഹം കടന്നു എന്നുള്ളതാണ്. ഏതായാലും എല്ലാവർക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നത്. അദ്ദേഹത്തിൻ്റെ ഹൊസൂർ റോഡിലുള്ള ഓഫീസിൽ വെച്ച് സ്വയം നിറയൊഴിക്കുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ IT ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ചില ഫയലുകളോ മറ്റും എടുക്കാനുണ്ട്, താൻ എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് പോവുകയും അതിനുശേഷം അദ്ദേഹം മുറിയിൽ കയറി വാതിലടച്ചതിന് ശേഷം കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരോട് അദ്ദേഹം പറഞ്ഞിരുന്നു, യാതൊരു കാരണവശാലും ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകിയ ശേഷമാണ് അദ്ദേഹം മുറിക്കകത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു കൃത്യം നടത്തുകയും ചെയ്യുന്നത്. നിലവിൽ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഈ ബുള്ളറ്റ് വെടിവെച്ചതിൻ്റെ ആഘാതത്തിൽ വെടിയുണ്ട ശ്വാസകോശവും അതുപോലെ തന്നെ ഹൃദയവും തകർത്തതാണ് മരണകാരണം എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം. അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിൽ ഒരു വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. ഏതായാലും അതേക്കുറിച്ചുള്ള അന്വേഷണം SITയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇപ്പോൾ അന്തരിച്ച CJ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്ഥലത്ത്, അതായത് ബെന്നാർകോട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ കാസ്കേഡ് റിസോർട്ടിൽ പുരോഗമിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. രുചീഷ്.
അബ്ദുൽ റഹീം, ഇനി അന്വേഷണം വളരെ വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം SIT ഈ കുടുംബത്തിന്റെ വാദങ്ങളൊന്നും SIT ഇപ്പോൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം ആ അർത്ഥത്തിലല്ല SIT അതിനെ കാണുന്നത്. അവരുടെ ഇനി ഉള്ള നടപടികൾ, ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ പോലും കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉടൻ ലഭ്യമാകേണ്ടതാണ്. പക്ഷേ അതിലേറെ ഈ കാരണങ്ങളിലേക്ക് കൂടി IT ഉദ്യോഗസ്ഥരോട് കൂടി ഈ മൊഴിയെടുക്കേണ്ടതുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഈ കാരണം ഇപ്പോഴും ഒരു അവ്യക്തമായി തുടരുകയാണ്. രുചിഷ്, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുകയും ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അദ്ദേഹം നിറയൊഴിക്കുകയുമായിരുന്നു. സ്വയം നിറയൊഴിച്ച് അദ്ദേഹം ജീവൻ വെടിയുകയുമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും DIG വംശി കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ്, അതായത് SIT സംഘം രൂപീകരിച്ചുള്ള പരിശോധനയിലേക്ക് കടന്നിട്ടുള്ളത്. അതിൽ ബംഗളൂരു സെൻട്രൽ DCP അക്ഷയും അതുപോലെ തന്നെ സൗത്ത് DCP ലോകേഷ് ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 5 അംഗ ടീമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആ 5 അംഗ ടീമിൻ്റെ പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇനി ഈ കാരണം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ഈ CCTV അന്വേഷണ സംഘം രൂപീകരിച്ചതിന് തൊട്ട് പിന്നാലെ ഈ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഹൊസൂർ റോഡിലുള്ള ഓഫീസിലെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ അവിടെ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആദായ നികുതി വകുപ്പിനെ പ്രതിസ്ഥാനത്താക്കാത്ത തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആദായ നികുതി വകുപ്പ് നടത്തിയ സമ്മർദ്ദമല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെങ്കിൽ മറ്റെന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും കൊച്ചിയിൽ നിന്നുള്ള സംഘം, ആദായ നികുതി വകുപ്പിൻ്റെ കൃഷ്ണപ്രസാദ്, അദ്ദേഹം അഡീഷണൽ കമ്മീഷണറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരുവിലെത്തുകയും ഇവിടെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളൊക്കെ നേരത്തെയും പരിശോധനയുടെ ഭാഗമായി പുറത്തു വന്നിരുന്നതാണ്. ഏതായാലും അങ്ങനെ ഈ രീതിയിൽ കേസുകളും പരിശോധനകളും മറ്റും തുടരുന്നതിനിടയിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു മരണം, അല്ലെങ്കിൽ പെട്ടെന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനം ആണോ ഇത് എന്നുള്ളതാണ്. അല്ല എങ്കിൽ എന്താണ് അദ്ദേഹം ഇത്രയും നാളും ഏതെങ്കിലും തരത്തിൽ മറ്റു ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ഇനി പരിശോധനയിലാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അതിൽ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് മറ്റു ബുദ്ധിമുട്ടുകളുണ്ടോ എന്നതൊക്കെ പരിശോധിക്കാനായി മൊഴി രേഖപ്പെടുത്തലും മറ്റും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ബിസിനസ്സുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും വിദേശത്തടക്കം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ദുബായിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കായി അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോയിരുന്നില്ല. ഈ സംഭവം അറിഞ്ഞ ശേഷമാണ് ഇന്നലെ ഭാര്യയും മക്കളും അടക്കമുള്ള ആളുകൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതും അദ്ദേഹത്തെ കാണുകയും ചെയ്തത്. ഏതായാലും മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നത് കണ്ടെത്താൻ ഉള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് SIT സംഘമുള്ളത്. അതിൽ അവർ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് ഈ ഫോണുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവരം ലഭ്യമാകുമോ എന്നുള്ളതാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി, അതും അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. അത് പരിശോധിച്ചിരുന്നു. പക്ഷേ അതിൽ ഏതാനും ചില സിനിമാ താരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതുവരെയും പുറത്തു വരുന്ന വിവരം. പക്ഷെ മറ്റ് വിവരങ്ങൾ ആ ഡയറിയിലുള്ള, പക്ഷേ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു വിവരങ്ങൾ കിട്ടിയാൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നോട്ട് പോക്കിന് കാരണമാകുന്ന ഒരു വിവരം തന്നെയാകും. പക്ഷേ അത് ഇതുവരെയും തുറന്ന് പരിശോധിക്കാനാവാത്തത് വെല്ലുവിളി തന്നെയാണ്. ഏതായാലും അത് തുറന്ന് പരിശോധിക്കാനുള്ള ആവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. CJ റോയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്ന ഒരു മനുഷ്യൻ ആണെന്നുള്ളതാണ് കുടുംബം എപ്പോഴും പറയുന്ന കാര്യം. ഏതായാലും അങ്ങനെയുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം, അതായത് വളരെ സന്തോഷവാനായി നേരെ ഓഫീസിലേക്ക് പോയി അവിടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെത്തിയ ശേഷം അവരോട് വളരെ സൗഹൃദപരമായി ഇടപെട്ടിരുന്ന ഒരു ഒരാൾ, അങ്ങനെ ആ ഒരു മനുഷ്യൻ എന്തിന് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഇനി SIT സംഘമാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അബ്ദുൽ റഹീം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി മുഖം മറച്ചിരിക്കുന്നു. ഈ തൂവാല കൊണ്ട് മുഖം മറച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ ശവമഞ്ചം മൂടാനുള്ള ഒരുക്കത്തിലാണ്. അതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നു. ബന്ധുക്കളെല്ലാം ഒപ്പം ഉണ്ട്.
നമ്മൾ അബ്ദുൾ റഹീം നേരത്തെ പറഞ്ഞതുപോലെ സി ജെ റോയിയെ ഓർക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ അർത്ഥത്തിൽ ഒരുപാട് പുഞ്ചിരിച്ച ഒരു മുഖം തന്നെയാണ് ഓർമ്മയുള്ളത്. അതിലേറെ ഒരുപക്ഷെ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരുന്ന യുവാക്കൾക്കൊക്കെ ഏറെ പ്രചോദനമായ ഒരു മുഖം കൂടിയാണ് സി ജെ റോയ്. നമ്മൾ ആ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോയതിനു ശേഷം തിരിച്ചെത്താം. ഈ സൈഡ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം. ജിജോ ജിജോ ഈ സൈഡ് മുഴുവൻ ക്ലിയർ ചെയ്യും. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. വളരെ സൗഹൃദപരമായി വളരെ എല്ലാവരോടും ഒരുപോലെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാളുടെ പെട്ടെന്നുണ്ടാകുന്ന വിയോഗം, അതും സ്വയം നിറയൊഴിച്ച് അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം ജീവൻ വെടിയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ സ്വാഭാവികമായും എല്ലാവരും അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം എന്തിനാണ് അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് അദ്ദേഹം കടന്നത്, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നോ എന്നുള്ളതൊക്കെ ഏതായാലും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള പരിശോധനകളും മറ്റും നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും നമ്മൾ കാണുമ്പോഴൊക്കെ അദ്ദേഹം വളരെ പ്രസന്നവതനായി എല്ലാ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ വളരെ വലിയ രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അതായത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അക്കൗണ്ടൻ്റായാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതായത് അമ്മയുടെ കണക്കുകളും മറ്റുമൊക്കെ അക്കൗണ്ടൻ്റായി തുടങ്ങി അദ്ദേഹം പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിൽ വലിയ മുന്നേറ്റം നടത്തുന്നൊരു സി ജെ റോയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ 36-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സ്വന്തമായി ഒരു വിമാനം തന്നെ വാങ്ങുന്നത്. അങ്ങനെയൊക്കെ വലിയ രീതിയിൽ ജീവിതത്തിൻ്റെ എല്ലാ ദിശകളിലും വിജയിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പെട്ടെന്ന് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ചില ദുരൂഹതകളുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ബിസിനസ് മേഖലയിലൊക്കെ വലിയ രീതിയിൽ വിജയം കണ്ട് വലിയ രീതിയിൽ തന്നെ മുന്നേറിയിരുന്നൊരു മനുഷ്യൻ്റെ മരണം, അത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടൽ തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സഹോദരനും അതുപോലെ തന്നെ ഭാര്യയും മക്കളും അടക്കമുള്ള ആളുകൾ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ, അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. ഏതായാലും കുടുംബത്തിൻ്റെ ആരോപണം ആ രീതിയിൽ തന്നെ SIT സംഘം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത കൈവരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സി ജെ റോയ്ക്ക് വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഒക്കെ കണ്ട മണ്ണ് തന്നെയാണ്, അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്ര എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് ഈ ബംഗളൂരു ബന്നാർഘട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ നേച്ചർ കോൺഫിഡൻറ്റ് കാസ്കേഡ് റിസോർട്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. അദ്ദേഹം നേരത്തെ തന്നെ കുടുംബാംഗങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം താൻ മരണപ്പെട്ടാൽ തന്നെ ഇവിടെ തന്നെ അടക്കം ചെയ്യണം, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഇതാണ് എന്ന് കുടുംബത്തോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ തന്നെ ഈ രീതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ
തീരുമാനിച്ചതും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തത് ഇന്ന് രാവിലെ, അതായത് ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുമൊക്കെ പൂർത്തിയായതാണ്. അതിനുശേഷം മൃതദേഹം ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. അത് ബംഗളൂരു ശിവാജി നഗറിലുള്ള ബൗർ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടന്നത്. അതിനുശേഷം ഇന്നലെ അവിടെ തന്നെ മൃതദേഹം സൂക്ഷിച്ചു. കൂടാതെ ഇന്ന് രാവിലെ ഏകദേശം 8:30 മണിയോടുകൂടിയാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നത്. മൃതദേഹം പുറത്തെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ബെന്നാർഘട്ടയിലുള്ള ഈ കാസ്കേഡ് റിസോർട്ടിലേക്ക് ഒരു അന്ത്യയാത്ര എന്ന രീതിയിൽ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിലാപയാത്ര നടത്തിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം രാവിലെ 10 മണിയോടുകൂടി തന്നെ ആരംഭിച്ച പൊതുദർശനം ഏകദേശം 3 മണി വരെ നീണ്ടു നിന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഒരു ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള പള്ളിയിലെത്തിച്ച് അന്ത്യ ശുശ്രൂഷകളും മറ്റും നടത്തിയത്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ ഈ ബെന്നർഘട്ടയിലുള്ള റിസോർട്ടിലേക്ക് തന്നെ എത്തിക്കുകയും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുമാണ്. ഏതായാലും ആ രീതിയിൽ എല്ലാവരോടും ഒരുപോലെ സൗഹൃദവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ജീവനൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അതെന്താണ് അതിലേക്ക് നയിച്ചത് എന്നുള്ളതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. CJ റോയിയുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാസ്കേഡ് റിസോർട്ടിൽ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന്റെ പൊതുദർശനം നടന്നിരുന്ന സമയത്ത് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, അതുപോലെ തന്നെ സിനിമയിലും അതുപോലെ തന്നെ വേദികളിലൊക്കെ സജീവമായിട്ടുള്ള മിഥുൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കാരണം എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ സൗഹൃദങ്ങളുണ്ട്. കൂടാതെ അദ്ദേഹം ഏതാനും ചില സിനിമകളൊക്കെ നിർമ്മിച്ചിരുന്ന ആളുകൂടിയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും തന്നെ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല സിനിമാ മേഖലയിലും അദ്ദേഹത്തിന് അത്ര കണ്ട സൗഹൃദങ്ങളും ഒക്കെയുണ്ട്. കൂടാതെ മറ്റുള്ള ആളുകളോട്, അതായത് സാധാരണക്കാരായ ആളുകളോട് പോലും വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവനക്കാരോട് അടക്കം വലിയ രീതിയിൽ സ്നേഹവും കരുതലും പുലർത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്, ചില ആളുകളൊക്കെ എത്തി വിതുമ്പുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം അതേപോലെ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളെയും ആ രീതിയിൽ തന്നെ ചേർത്ത് പിടിച്ച ഒരാളായിരുന്നു CJ റോയ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ വിടവാങ്ങൽ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിങ്ങൽ തന്നെയാണ്. ഏതായാലും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ വിടവാങ്ങൽ, അതിൻ്റെ അവരിലുണ്ടാക്കുന്ന ഒരു ഞെട്ടൽ അത് തീർത്തും ചെറുതല്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയടക്കമുള്ള ആളുകളൊക്കെ ഇപ്പോൾ ദർശനം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്ന വളരെ വൈകാരികമായ കാഴ്ചകളായിരുന്നു അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഏതായാലും അങ്ങനെ എല്ലാവരോടും ഒരുപോലെ ബന്ധം പുലർത്തിയിരുന്ന, സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന CJ റോയ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയുകയും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുമാണ്. ഏതായാലും ഈ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ ഉള്ള പരിശോധന ASITയുടെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം നിറയൊഴിക്കാൻ എടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം നിറയൊഴിച്ച ആ ഒരു തോക്ക് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി SIT സംഘം അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്ദുൾ റഹീം, എന്തായാലും ഒരുപാട് വലിയ ഒരു ജനതയെ പ്രചോദിപ്പിച്ച ഒരു വ്യവസായി കൂടിയായിരുന്നു CJ റോയ്. ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകിയ ഒരു മനുഷ്യനായിരുന്നു.